ഇങ്ങനെ പിന്നെങ്ങനെ? സനാതനധർമ്മത്തിൽ എവിടെയാണ് പശുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. അത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയൊരു വാട്സാപ്പ് ഫോണാണിത്. പാലക്കാട് പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വിവരം അറിയില്ലേ? കണ്ടല്ലോ, ഇതിൽ ഈ BJP കാരൻ കൊലവിളി നടത്തുകയാണ്. ആരെങ്കിലും ബീഫ് തിന്നാൽ ഭസ്മാക്കും, പപ്പടാക്കും, എന്തൊക്കെ അദ്ദേഹം പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഈ പുരാണങ്ങളെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. അപ്പൊ എനിക്ക് അറിയുന്ന ഒരു എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇതിനെ കുറിച്ച് എന്താണ്, എവിടെയെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ പശുവിനെ കഴിക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാമായണത്തില് അയോധ്യ കാണ്ഡത്തില് 52ാമത്തെ സർഗത്തില് 89ാമത്തെ ശ്ലോകത്തില് ശ്രീരാമ ഭഗവാൻ ഗംഗാദേവിയോട് പറയുന്നത്, അദ്ദേഹം അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ ഗംഗാദേവിക്ക് 1000 കുടം തേനും മാംസങ്ങൾ അടങ്ങിയ കുറെ ഭക്ഷണം കൊടുക്കുന്ന പറയുന്നത്. എൻ്റെ അറിവില് മനസ്സിലാക്കിയോടത്തോളം നമ്മുടെ ഒരു പുരാണങ്ങളിലും എന്ത് ഭക്ഷണം കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ പറയുന്നില്ല. എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ഈ സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? റൂൾ ബേസ്ഡ് റിലിജൻ അല്ല എന്നുള്ളതാണ്. എന്താ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എബ്രാഹിമിക് റിലിജൻ എടുക്കുക, ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും ജുഡായിസം ആയാലും അവർക്കൊക്കെ റൂൾസ് ഉണ്ട് ദൈവത്തിന്റെ വക. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും എന്നിട്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനത്തെ ഒരു നിയമമില്ല. എല്ലാവരും അവരുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കാന്നാ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ധർമ്മം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ബംഗാളിലെ ഒരു ബ്രാഹ്മണൻ മീൻ കഴിക്കുന്നത്, കേരളത്തിലെ ബ്രാഹ്മണൻ മീൻ കഴിക്കുന്നില്ല. എന്നാൽ ബംഗാളിലെ ബ്രാഹ്മണൻ കേരളത്തിലെ ബ്രാഹ്മണനോട് മീൻ കഴിക്കണമെന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ ബ്രാഹ്മണൻ ബംഗാളിലെ ബ്രാഹ്മണനോട് എന്താ നിങ്ങൾ മീൻ കഴിക്കണമെന്നോ ചോദിക്കുന്നില്ല. എന്നാൽ ആചാരങ്ങൾ എടുക്കുകയാണെങ്കിലോ, പഴശ്ശിനിക്കടവിലെ മുത്തപ്പന് കള്ളും ഉണക്കുമീനാണ് പ്രാധാന്യം. എന്നാൽ ഞാൻ ഇന്നാളെ ഏതൊരു വാട്സാപ്പ് ഫോർവേഡ് കണ്ടു, ഏതൊരു അമ്പലത്തില് കോഴിക്കറിയാണ് പ്രസാദം. അതാണ് സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. പല ദൈവങ്ങൾ, പല ആചാരങ്ങൾ, അതിനാരും ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് ഫെസ്റ്റിവൽസിന് എടുക്കുക, ക്രിസ്ത്യൻസിന് ക്രിസ്മസ് ലോകത്ത് എവിടെ പോയാലും ക്രിസ്മസ് ആണ്, മുസ്ലിംസിന് ലോകത്ത് എവിടെ പോയാലും ഈദാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് പല ഫെസ്റ്റിവൽസ് ആണ്. ഇപ്പോ ദീപാവലിയാണ് മെയിൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തില് ദീപാവലി എന്നുള്ള ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പോയ 10 ദിവസം മുടക്കാണ്. സെയിം തിങ് ദുർഗാപൂജ വെസ്റ്റ് ബംഗാളിൽ 10 ദിവസമാണ്. നമുക്കത് തീരെ പ്രാധാന്യമില്ല. മഹാരാഷ്ട്രയില് വിനായക ചതുർത്ഥി, അതും നമുക്ക് പ്രാധാന്യമില്ല. നമുക്കൊരു വിഷു, ഓണം ഉണ്ട്. അതാണ് സനാതനധർമ്മത്തിന്റെ പ്രത്യേകത. ആർക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാന്നുള്ളതാണ്. ഈ സൂഡോ സെക്യുലറിസം വന്നതോടുകൂടി ഇതൊക്കെ ഇപ്പൊ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരികയാണ്. കുറച്ച് നാൾ മുമ്പ് കോൺഗ്രസ് കൊച്ചിയിൽ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അതേമാതിരി തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് CPM വയനാട്ടിലെ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഒരു പോക്ക് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. രണ്ടും തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തിനാ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്? നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്യണം, ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ റെസ്പോൺസ് എന്താണ്? അവരെ തല്ലലും കൊല്ലലൊന്നല്ല. നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസ് വോട്ട് ചെയ്യലാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, നമുക്ക് ഫ്രീഡം തരുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. ഇപ്പൊ BJPയുടെ പുതിയ ലൈൻ എന്താണ്? അവരും നമ്മുടെ ഫ്രീഡത്തിൽ ഇടപെടുകയാണ്. ബീഫ് കഴിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ആകെ ലോസ്റ്റ് ആണ്. ആർക്കെ വോട്ട് ചെയ്യപ്പോ? ഒരു റിയാക്ഷണറി റെസ്പോൺസ് ആയിട്ടാണ് BJPക്കാർ ഇപ്പൊ പറയുന്നത് ബീഫ് കഴിക്കാൻ പാടില്ല എന്ന്. ഞാൻ അടുത്തിടെ മാത്യു സ്വാമിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതിന്റെ ലിങ്ക് ഞാനിവിടെ അറ്റാച്ച് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പല ഭാഗത്തും ഇപ്പൊ അൺഒഫീഷ്യൽ പോർക്ക് ബാൻ ഉണ്ടെന്നാണ്. പോർക്ക് വെച്ചാൽ മുസ്ലിംസിനെ തല്ലുള്ളൂ എന്ന് പറയുന്നത്. കേരളത്തിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല. പക്ഷെ അവിടെ ബീഫും ആകാം, ആട്ടിറച്ചിയാകാം, കോഴിയിറച്ചി, പക്ഷെ പന്നിയിറച്ചി പാടില്ല. ഇപ്പം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽക്കുന്നില്ല. പന്നിയിറച്ചി അവിടെ ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നിയിറച്ചി വാങ്ങുന്നത്. അതിനെതിരെ ബീഫ് ബാൻ കൊണ്ടുവരില്ലല്ല അതിന്റെ സൊല്യൂഷൻ. നമ്മൾ അതോറിറ്റീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ട് അത് ലിഫ്റ്റ് ചെയ്യലാണ് സൊല്യൂഷൻ. പോർക്ക് വിൽക്കാൻ അനുവാദം വാങ്ങണം, അല്ലാണ്ട് ബീഫ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടില് ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. രണ്ടാൾക്കും പാട്ടിനോട് വലിയ കമ്പാണ്. അവരവരുടെ മുറിയിൽ നിന്ന് അവരെപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ അനിയൻ എന്താക്കി, പാട്ടിന്റെ വോളിയം ഒരുപാട് കൂട്ടി ഫുൾ ബ്ലാസ്റ്റ്. അപ്പൊ ചേട്ടന്റെ മുറിയിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ചേട്ടൻ ശരിക്കും ചെയ്യേണ്ടത് അനിയനോട്, അനിയൻ നീ സൗണ്ട് ഒന്ന് കുറച്ച് വയ്ക്കുന്നു പറയണം. ഇനി പറഞ്ഞു അനിയൻ കേട്ടില്ലെന്ന് ചോദിക്കുക. ചേട്ടൻ അച്ഛനോട് ഒരു അച്ഛ അവനോടൊന്ന് പാട്ട് കുറച്ച് വെക്കാൻ പറയും. എനിക്ക് എന്റെ റൂമിൽ നിന്നിട്ട് ചെവിടൊന്നും കേൾക്കുന്നില്ല, എനിക്ക് എന്റെ പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം. അതിന് പകരം ചേട്ടൻ എന്ത് ചെയ്തു? ചേട്ടൻ പോയിട്ട് ചേട്ടന്റെ റൂമിലും മ്യൂസിക് ഫുൾ ബ്ലാസ്റ്റിൽ വെച്ചു.
അപ്പൊ 2 ചേട്ടന്റെ അനിയന്റെയും റൂമിൽ നിന്ന് പാട്ട് ഫുൾ വോളിയത്തിലാണ്. വീട്ടിലുള്ള ഒരാൾക്ക് ചെവി വെക്കുന്നില്ല. അച്ഛൻ വന്നിട്ട് പറഞ്ഞു 2 ആളോടും നിങ്ങൾ ഇനി പാട്ട് വെക്കണ്ടെന്ന് പറഞ്ഞു. ആ നിലയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. മുസ്ലിംസ് പോർക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ട് അൺഒഫീഷ്യൽ ബാൻ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കുന്നതിന് പകരം BJP-കാർ പറയുന്നത് ഞങ്ങൾ ബീഫ് വെക്കാൻ സമ്മതിക്കില്ല എന്ന്. ആർക്കാ ബുദ്ധിമുട്ട്? ജനങ്ങൾക്കാ ബുദ്ധിമുട്ട്. എന്താ അതിനൊരു സൊല്യൂഷൻ? ഈ സഹോദരങ്ങളുടെ കേസിൽ ഡിസിഷൻ എടുത്തത് അവരുടെ ഫാദറാണ്. എന്നാൽ ഈ ബീഫും പോർക്കും വിൽക്കുന്നതിന്റെ ആരെ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്? അത് വോട്ടേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് ഈ ബീഫ് വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ ബാക്ക്വേർഡ്സാ പോകുന്നത്. ഇപ്പോ പോർക്ക് വിൽക്കാൻ പാടില്ല, ബീഫ് വിൽക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, ഞാൻ ഒരുപാട് നാളിൽ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. ദുബായിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോർക്ക് കിട്ടും, കള്ളും കിട്ടും. അത് ഇസ്ലാമിക് രാജ്യമാണ്. എന്നാൽ അവര് പോലും നമ്മുടെ ഭക്ഷണ രീതികളിൽ ഇടപെടുന്നില്ല. എന്നോടിവിടെ അമേരിക്കയിൽ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, നിങ്ങളുടെ നാട്ടില് ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പറയില്ല, കേരളം അങ്ങനെയൊന്നും അല്ല കേട്ടോ. കേരളത്തിൽ നമുക്ക് ഈക്വൽ എമൗണ്ട് മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ എന്ത് ഭക്ഷണം കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ആലോചിക്കോ, കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ബീഫ് ബാൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ ബാൻ ചെയ്തെന്ന് എനിക്കറിയാം. അത് ശരിയല്ല, നാണക്കേടാണ്. BJP ഭരണത്തിൽ വന്നതിന് ശേഷമാണ് മുമ്പാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ മോശമാണ് മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു കാര്യം മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിൽ കോമൺ എന്താന്ന് വെച്ചാൽ എന്താണെന്നറിയൂ? എല്ലാവരുടെയും ഫേവറേറ്റ് ബീഫും പൊറോട്ടയാണ്. ഇന്നത്തെ മാതിരിയല്ല. ഇപ്പൊ എവിടുന്നാണ് ഈ ബീഫ് ബാൻ കയറി വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൾച്ചറിൽ ഇല്ലാത്തൊരു സാധനമാണ് മുന്നിലേക്ക് വരുന്നത്. അതേപോലെ തന്നെയാണ് അന്ന് പോർക്ക് ബാനും ഇല്ല, എല്ലായിടത്തും പോർക്കും കിട്ടും. അപ്പൊ നമ്മൾ പിന്നോട്ടാ പോകുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ എതിരെ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ വി ആർ ഗെറ്റിംഗ് ക്യാരിഡ് അവേ. എന്താ ഉണ്ടാവണമെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ സൂഡോ സെക്യുലർ പാർട്ടീസ് സനാതന ധർമ്മം തകർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ബീഫ് ബാൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹിന്ദുസിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സൂഡോ സെക്യുലർ പാർട്ടികൾക്ക് ആവശ്യം. അവർക്കും നമ്മളെ വലിച്ചഴിച്ച് അവരുടെ അതേ റിജിഡ് റിലീജിയൻ ആക്കി മാറ്റണം. സനാതന ധർമ്മം റിജിഡ് റിലീജിയൻ അല്ല. നമ്മുടെ റിലീജിയന് ഉള്ള ഏറ്റവും ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ജുഡായിസം മാതിരി നമുക്ക് റൂൾ ബുക്ക് ഇല്ല. ഈ റിലീജിയനിലൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്ത് ചെയ്താലാ സ്വർഗത്തിൽ പോവാ, എന്ത് ചെയ്താലാ നരകത്തിൽ പോവാന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സനാതന ധർമ്മത്തിൽ അങ്ങനത്തെ റൂൾ ബുക്സ് ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ സനാതന ധർമ്മത്തിനെ തോൽപ്പിക്കാനായിട്ട് ഈ സൂഡോ സെക്യുലർ ആയിട്ടുള്ള ബാക്കിയുള്ള പാർട്ടീസിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? നമ്മളെയും അവരെ മാതിരി ആക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ട്രാപ്പിൽ വീഴാൻ പാടില്ല. ഈ ബീഫ് ബാൻ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ നിർത്തണം. നമ്മളത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ സ്റ്റാൻഡ്സിന് പിന്നിലേക്ക് വരണം. ആരെന്ത് കഴിച്ചാൽ നമുക്ക് എന്താ പ്രോബ്ലം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.